ഇപ്പോൾ ഉറിക്ക് പകരം ഇന്ത്യ ചെയ്ത സർജിക്കൽ സ്ട്രൈക്ക് ആണെന്നും പുൽവാമയ്ക്ക് പകരം നമ്മൾ ചെയ്തതൊരു എയർ അറ്റാക്ക് ആയിരുന്നു എന്നൊക്കെ പറയപ്പെടുന്നു. അപ്പം ഇതിനെന്താ ഇതിൻ്റെ ആഫ്റ്റർ മാത്ത് എന്താ? ഇതിനകത്തൊരു ഉറി പോലുള്ള അറ്റാക്കിൻ്റെ ആവശ്യമില്ല. ഇതിന് ശരിക്ക് പുൽവാമ പോലെ ബാലാക്കോട്ട് അറ്റാക്ക് പോലുള്ള എയർ സ്ട്രൈക്കാണ് ബെസ്റ്റ്. കുറേ ഉണ്ടായിരിക്കും. മറ്റേതൊരു ബാലാക്കോട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതിന് കണക്ക് തീർക്കാൻ പോയി കഴിഞ്ഞാൽ കുറേ ഉണ്ടായിരിക്കും. അത് പണ്ടേ പറഞ്ഞിട്ടുണ്ട് മോദി, അമിത്ഷാജി പറഞ്ഞിട്ടില്ലല്ലേ, നമുക്ക് പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീർ അത് നമ്മുടെയാണ്, അത് നമ്മൾ പിടിച്ചെടുത്തിരിക്കുക എന്നുള്ളത്. അപ്പോൾ ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഫിനിഷ് ഇറ്റ് ഓഫ്. അവർ നമ്മുടെ കൂടെ മറ്റേ അവർക്ക് കൊടുക്കാനുള്ള ചാപ്പാടൊക്കെ നമ്മുടെ ഇന്ത്യയിൽ നിന്നുണ്ട് ആ പാവങ്ങൾക്ക്. ആൻഡ് ദേ വിൽ ബി ഹാപ്പിലി കമ്മിങ് ഹിയർ. അതാവട്ടെ. വളരെ പേഴ്സണലായി ചോദിച്ചോട്ടെ, ഇപ്പം BJP-യുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതുകൊണ്ടല്ലാതെ ശരിക്കും അവിടുത്തെ ആളുകൾ പാകിസ്ഥാനായിട്ട് പണ്ട് ഫെഡപ്പായിരുന്നു, ഇപ്പോഴും ഫെഡപ്പാണ്, അങ്ങനെ തന്നെയാണോ മേജർ രവി എന്നുള്ള മനുഷ്യൻ വിശ്വസിക്കുന്നത്? ഇല്ല, പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീരിൻ്റെ ഞാൻ ചില കാര്യങ്ങൾ ഇപ്പോൾ എനിക്ക് പറയാം. കാരണം ഞാനിത് 25 കൊല്ലം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഏതൊരു സീക്രട്ട് ആക്ട് ആണെങ്കിലും ശരി, 25 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ അതിന് സീക്രട്ട് ഇല്ല. നമ്മൾ പാകിസ്ഥാനിലേക്കൊക്കെ ആളെ പറഞ്ഞയച്ചിട്ട് ഇൻഫർമേഷനൊക്കെ ഇരിക്കുന്ന ഒരു ജോലിയൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട്. ഈ സമയത്ത് അവിടെ നിന്ന് കിട്ടിയിരുന്ന ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത്, അവർ നമ്മൾ ഈ ആൾക്കാർ പോയിട്ട് പൈസ കൊടുക്കുന്നതിന് വേണ്ടി കാത്തിരുന്നിരുന്ന പാകിസ്ഥാനി ഫാമിലീസുണ്ട്. കാരണം അവരുടെ ഗവൺമെൻറ്റിൽ നിന്ന് അവരെ തിരിഞ്ഞു നോക്കാറില്ല. ഒരു റേഷൻ കാർഡ് പോലും ഇല്ലാത്ത പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീരുണ്ട്. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? അവർ പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീർ ഞങ്ങൾ വിട്ടിരിക്കുകയായിരുന്നു. അതിൽ നിന്ന് പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീരിൽ നിന്ന് എത്ര പെൺകുട്ടികൾ ദുബായിൽ പോയിട്ട് പല കാര്യങ്ങളും ചെയ്തിട്ട് കാശുണ്ടാക്കിയിട്ട് തിരിച്ചു വരുന്നുണ്ട്. അവർക്കില്ലേ മാനവാഭിമാനമില്ല? എന്തേ? നിവൃത്തിയില്ല. കുടുംബത്തിന് ജീവിക്കാൻ നിവൃത്തിയില്ലാതെ. അങ്ങനെ വരുന്ന സമയത്ത് ഇത് ആക്ച്വലി കാശ്മീർ ആരുടെയാണ്? നമ്മുടെയാണ്. ആ കാശ്മീർ നമ്മുടെ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ കാശ്മീരീസിനെ അവർ അവിടെ നിന്നും മരണം മുടങ്ങുന്നൊന്ന് കാണല്ലേ? ഇപ്പുറത്തിരിക്കുന്നവരെ അവിടെ നിന്നാൽ കാണാൻ ഇപ്പുറത്തേക്ക്. ഇവിടെ ഇവർ ആഘോഷിക്കുന്നതും അവരുടെ അവിടുത്തെ ജീവിതം കൂടെ ആലോചിക്കുന്ന സമയത്ത് ഇതൊരു BJP-യുടെ കൂടെ നിൽക്കുന്നു. ഞാൻ പണ്ടും ഒരു BJP ചായനുള്ള ആളായിരുന്നു എന്ന് പറഞ്ഞാൽ അതൊരു രാഷ്ട്രബോധത്തിൻ്റെ ഇതിൽ. ഇപ്പം അവരൊരു അപ്പോയിൻമെൻറ്റ് തന്നു എന്നുള്ളതിന് മുകളിൽ എനിക്കതിൽ വലിയ വ്യത്യാസമൊന്നും തോന്നുന്നില്ല. ഞാനിന്നും അതേ സ്പിരിറ്റിൽ തന്നെയാണ്. ഏതായിരുന്നു എൻ്റെ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രബോധമുള്ള ആ ഒരു ഇത്. അതിനിവിടെ ട്രോളേഴ്സ് എന്നെ സംഗീതം വിളിക്കും അല്ലെങ്കിൽ ഇത് വിളിക്കും. ഐ ഡോണ്ട് കെയർ. ഐ ആം എ പ്രൗഡ് ഇന്ത്യൻ ആൻഡ് പ്രൗഡ് പെട്രിയോട്ടിക് ഇന്ത്യൻ. എനിക്കറിയാം ഞാൻ എന്ത് പറയുന്നുണ്ട്. എനിക്കെവിടെ ഒരുത്തിൻ്റെ നുണ പറയണ്ട. ഇപ്പം ഞാനൊരു നുണയനാണെന്ന് പറഞ്ഞ് നടക്കുന്നു. ഞാൻ ഇപ്പോഴും അതിൽ തന്നെ ആ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ ഉറച്ചു നിൽക്കുന്നൊരു വ്യക്തിയാണ്. എന്നെങ്കിലും നിങ്ങൾ മനസ്സിലാവും. അത് ഒരു പണിയില്ലാതെ ഇങ്ങനെ ഈ യൂട്യൂബും കൊണ്ട് നടക്കുന്നവർക്ക് പലതും എഴുതാം. പലതും ഇപ്പോൾ ഒരാൾക്ക് തെറി വിളിക്കണമെങ്കിൽ അവിടെ ഇരുന്നിട്ട് ഒരു ഫേക്ക് ID ഇട്ടെടുത്ത് അവർ വിളിച്ചുകൊണ്ടിരിക്കാം. അതിന് നമ്മൾ കാണുന്നില്ല, നമ്മൾ കേൾക്കുന്നില്ല. അതുകൊണ്ട് നീ തന്നെ എടുത്തുകൊണ്ട് വയ്ക്കുമോ ഈ ആറ്റിറ്റ്യൂഡ്. അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ പാകിസ്ഥാൻ എന്താണെന്നുള്ളത് നമുക്കറിയാമായിരുന്നു. ഇന്ന് അവിടുത്തെ പാകിസ്ഥാനീസ് ദേ ജസ്റ്റ് വാണ്ട് ടു ഗെറ്റ് എ ബെനിഫിറ്റ് ഫ്രം ദിസ് ഗവൺമെൻറ്. ഡെഫിനറ്റായിട്ടും ഒരിക്കലും അവർ റിട്ടാലിയേറ്റ് ചെയ്യില്ല. ദേ ആർ വെരി ഹാപ്പി. കാരണം അവർക്കറിയാം ഇന്ത്യയിൽ നിന്ന് മുസ്ലിംസിന് കിട്ടുന്ന റെസ്പെക്റ്റ് പല രീതിയിലും പാകിസ്ഥാനിൽ പല സ്ഥലങ്ങളിലും കിട്ടുന്നില്ല. താലിബാനിൽ കിട്ടുന്നുണ്ടോ? ഇവിടെ അഫ്ഗാനിസ്ഥാനിൽ കിട്ടുന്നുണ്ടോ? ഇന്ന് നമ്മുടെ മുസ്ലിം പെൺകുട്ടികൾ അനുഭവിക്കുന്ന ഫ്രീഡം, ഇവിടുത്തത് സഹോദരന്മാർ അനുഭവിക്കുന്ന ഫ്രീഡം, അതവിടെ അഫ്ഗാനിസ്ഥാനിൽ കിട്ടുമോ? ഇപ്പോൾ കുറേ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. പക്ഷെ പണ്ട് ടോട്ടലി ഒരു കൺഫൈൻഡ് ലോകത്തിലായിരുന്നവർ. മലയാളിയുടെ കേസ് തന്നെ എടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അതൊരു പെൺകുട്ടിയല്ലേ, ആ കുട്ടിക്ക് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടുള്ള തലയിൽ വെടിവെച്ചിട്ടുള്ള ആൾക്കാരാണ് അവർ. അപ്പോൾ അവിടുന്ന് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ത്യയിൽ നമ്മുടെ മുസ്ലിം സഹോദരന്മാരും സഹോദരിമാരും ദേ ആർ വെരി ലക്കി ടു ബി ഹിയർ. എമ്പുരാൻ്റെ സംഭവങ്ങൾ മനസ്സിനെ വേദനിപ്പിച്ചോ? ഒരിക്കലുമില്ല. വൈ ഷുഡ് ഐ ബി? അതിനകത്ത് ഞാൻ കണ്ടിട്ടുള്ള കാര്യങ്ങൾ ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞു. പക്ഷേ ഇനീഷ്യലായിട്ട് ഞാനായിട്ട് പറഞ്ഞിട്ടില്ല. പിന്നെ പലപ്പോഴും പറഞ്ഞു ഞാൻ ആദ്യം പടം നന്നെന്ന് പറഞ്ഞു. അത് നിങ്ങൾക്കിപ്പം ഞാൻ വോയിസ് കേൾപ്പിക്കേണ്ട ആവശ്യമില്ല. മല്ലിക ചേച്ചിയുടെ അടുത്ത് ഞാൻ ചോദിച്ചു, ചേച്ചി എങ്ങനെയാണ് പറഞ്ഞത്? ഞാനിങ്ങനെ അല്ല, രവി എൻ്റെ മോൻ്റെ പടം കൊള്ളൂല എന്നുള്ള പറഞ്ഞിട്ടില്ല, ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ നിങ്ങളായിട്ടുണ്ടാക്കിയിട്ടുള്ള കുറേ
അത് കഴിഞ്ഞിട്ട് മേജർ രവി വാക്ക് മാറ്റും, പടം നല്ലതാണെന്ന് പറഞ്ഞു, എന്നിട്ട് അത് കൊള്ളൂല എന്ന് പറഞ്ഞു. ഞാൻ പടം കൊള്ളൂല എന്ന് എവിടെയും പറഞ്ഞു. നിങ്ങളായിട്ടുണ്ടാക്കിയിട്ടുള്ള ന്യൂസുകളല്ലേ ഇതെല്ലാം. പടം നല്ലതാണെന്നുള്ള ഇപ്പോഴും അത് തന്നെ പറഞ്ഞു. ആ മേക്കിംഗ് വൈസ് യെസ്, പക്ഷേ അതിനകത്തുള്ള കണ്ടൻറ്റ് അതിനെക്കുറിച്ച് ഞാൻ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കൊരു ഫാക്റ്റ് പറയുന്ന സമയത്ത് പകുതിക്കുന്നതും കാണിക്കില്ലേ? പകുതിക്കുന്ന കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൺഫ്യൂസ് ആയി. ഇപ്പം ഈ പുൽവാമ അറ്റാക്കിൻ്റെ ഇത് നമ്മളൊരു പടമായിട്ട് എടുക്കുകയാണെങ്കിൽ, അവൻ വന്നിട്ട് ഹിന്ദുക്കളെ മാത്രം കാണിച്ചുകൊണ്ട് വെടിവെച്ച് കൊന്നു കാണിച്ചിട്ട് നമ്മളിപ്പോൾ ഈ പറഞ്ഞിട്ടില്ല ഇത് പറഞ്ഞില്ലെങ്കിൽ ആ പടത്തിനകത്ത് എന്തായി? മുസ്ലിം വന്ന് ഹിന്ദുവിനെ വെടിവെച്ച് കൊന്നു, ഹിന്ദുക്കളെ നോക്കിയിട്ട്. ഇതല്ലേ വരുന്നുള്ളൂ. പക്ഷേ അതിൻ്റെ പിറകിലത്തെ കളി എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമല്ലേ ഈ ഒരു ഫ്രിക്ഷൻ ഉണ്ടാവാതിരിക്കുള്ളൂ. നേരെ മറിച്ച് ആ പടത്തിനകത്ത് കാണിച്ചില്ല. ഞാനെന്താ ക്രിട്ടിസൈസ് ചെയ്ത്? ക്രിട്ടിസൈസ് അതിൽ എല്ലായിടത്തും വന്നിട്ടില്ലായിരുന്നു. എന്തുകൊണ്ട് മറ്റേ ഗോദ്ര ഇഷ്യൂ ഫസ്റ്റ് തൊട്ട് ട്രെയിൻ കെട്ടുന്നു തുടങ്ങിയിട്ട് എവിടുന്ന് തുടങ്ങി എവിടുന്ന് അവസാനിച്ചു എന്നുള്ളത് കാണിച്ചിട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ ക്വസ്റ്റ്യൻ. വേറെ ഒന്നുമില്ല. വേറെ നിങ്ങൾ എന്ത് വേണമെങ്കിലും കാണിച്ചു എന്നുള്ളതാണ്. ഇപ്പോഴും ആ വിഷയം സയന്റിഫിക്കലി പ്രൂവൺ അല്ലല്ലോ. ഏത്? ഇപ്പം പെട്രോൾ പുറത്തുനിന്ന് ഒഴിച്ചോ അകത്തുനിന്ന് ഒഴിച്ചോ, ഇതാര് കത്തിച്ചു, എന്ത് കത്തിച്ചു? പെട്രോൾ പുറത്തുനിന്ന് ഒഴിച്ചോ ഇല്ലെങ്കിലും എങ്ങനെയാണ് അത് സുപ്രീം കോടതിക്കകത്ത് ഒരു കാര്യം പ്രൂവ് ആയിട്ടുണ്ടായിരുന്നു. ആ കമ്പാർട്ട്മെൻറ്റ് 4 ഡോറുകളും പുറത്തുനിന്ന് ചെയിനിട്ട് ഇത് കമ്പിയിട്ട് പൂട്ടി എന്നുള്ളത് അത് പ്രൂവ് ആയിട്ടില്ലല്ലേ? അതുകൊണ്ട് പുറത്തുനിന്ന് പിന്നെ അത് പ്രൂവ് ആയിട്ടില്ല. അതുകൊണ്ടല്ലേ ഈ 36 പേരും ശിക്ഷിക്കപ്പെട്ടത്. സോ അതിനെക്കുറിച്ച് ഇനി നമ്മൾ സംസാരിക്കണ്ട. പക്ഷേ അതുപോലെങ്കിലും നിങ്ങൾ കാണിക്കുക. അല്ലാതെ കാണിക്കണമെങ്കിലും പൂട്ടുന്ന തൊട്ടിട്ടോ അല്ലെങ്കിൽ തുടക്കുന്നത് കത്തിക്കുന്ന തൊട്ടിട്ടോ എന്തെങ്കിലും കാണിക്കുക. അപ്പം എന്തായി? ഇവിടെ പ്രശ്നമില്ല. ഇതിപ്പോൾ എന്താണ്? ഇത് കാണുന്ന ഒരുത്തന് മനസ്സിലെന്തായിരിക്കും? 25 വയസ്സുള്ളൊരു മുസ്ലിം പയ്യൻ എന്താ വിചാരിക്കുക? ഓ, ഇതാണ് ഗോത്ര അല്ലേ, ഞങ്ങളെല്ലാം ഹിന്ദുക്കൾ വന്ന് വെട്ടിക്കൊന്നു. നിങ്ങൾ കൺഫ്യൂസ് ചെയ്യല്ലേ? അത് അടഞ്ഞു പോയൊരു ചാപ്റ്ററിനെ പിന്നെന്തിനാണ് നിങ്ങളത് തുറക്കാൻ നിൽക്കുന്നത്? ഇവിടെ ഇപ്പോൾ അതാ പിന്നെ അവിടെ കുത്തിപ്പൊക്കാൻ വേണ്ടിയിട്ട് പേൽഗാമിൽ ഇങ്ങനൊരു ഇഷ്യൂ നടക്കുന്നു. അവിടെ എന്തിനാണ് നിങ്ങൾ ഹിന്ദു മുസ്ലിം എന്നുള്ളത് കൊണ്ടുവന്നിരിക്കുന്നത്? സോ ഇന്നത്തെ ഏറ്റവും വലിയ വെപ്പൻ എന്ന് പറയുന്നത് എന്താണ് ഒരു രാജ്യത്തിന് എഗൻസ്റ്റായിട്ട്? ദ കാസ്റ്റിസം. മതപരമായിട്ടുള്ള സ്പർദ്ധ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ തമ്മിൽ വെട്ടിച്ചാവും. അതോടെ ശത്രുവിൻ്റെ പകുതി പണി കഴിഞ്ഞു. അതിൽ വീഴാതിരിക്കാനാണ് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്. ഇതെത്ര പറഞ്ഞു കഴിഞ്ഞാലും അപ്പം മേജർ സംഖ്യയാവും അല്ലെങ്കിൽ RSSകാരനായി BJPക്കാരൻ. നോ മാൻ, ഐ എം എ ഹ്യൂമൻ ബീയിങ്. ഏറ്റവും ഇഷ്ടമുള്ള സഹപ്രവർത്തകരിൽ ഒരാളായ പൃഥ്വിരാജ്, സഹോദര തുല്യനായ മോഹൻലാൽ, ഇവർക്കെതിരെയാണ് സംസാരിക്കാൻ പോകുന്നത് എന്നുള്ളൊരു ബോധ്യം ലൈവിൽ വരുമ്പോൾ ഞാൻ ആർക്കും ഞാൻ എന്തെങ്കിലും അവരുടെ ഒരു വർക്കിന് ഓപ്പോസിറ്റ്. പക്ഷേ ഞാനൊരു സത്യം പറയുന്ന സമയത്ത് അല്ലെങ്കിൽ എനിക്ക് ഫീൽ ചെയ്തിട്ട് പറയുന്ന സമയത്ത് ഞാൻ അപ്പുറത്ത് നിൽക്കുന്ന ആരാണെന്ന് നോക്കാറില്ല. ആ സത്യത്തിനെ മാത്രമേ ഞാൻ നോക്കുള്ളൂ. എന്തുകൊണ്ട് നിങ്ങളിത് ചെയ്തു? എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തില്ല? ഇതാണ് എൻ്റെ ചോദ്യം. ഇത് ഞാൻ ചോദിക്കുന്നതിന് മുന്നേ പബ്ലിക് ഓൾറെഡി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. പിന്നെ അതിൽ ഞാനൊരു എൻ്റെ വായയായിപ്പോയി. അപ്പോൾ അത് ചോദിക്കുന്ന സമയത്ത് ഞാൻ ചോദിക്കുന്നതല്ല, അത് പബ്ലിക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ആ ചോദ്യം തന്നെയാണ് പലയിടങ്ങളിലും ഡൽഹിയിലടക്കം ചോദ്യങ്ങൾ വന്നത്, അല്ലേ? അല്ല വെറും മേജർ രവി പറഞ്ഞിട്ടില്ലല്ലോ അത്. അപ്പം അതുകൊണ്ട് ആ സിനിമ കഴിഞ്ഞു. അത് കഴിഞ്ഞ് അതങ്ങ് പോയി.